നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫോർട്ട് കൊച്ചി അല്ലേ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിനപ്പുറം നമ്മൾ ഈ കൊച്ചിക്കാരെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫോർട്ട് കൊച്ചി സന്ദർശിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരിക്കത്തില്ലായിരിക്കും അല്ലേ. ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചിയെക്കുറിച്ച് പറയാനുള്ള കാരണം, നമ്മൾ ഈ സ്ഥിരമായിട്ട് ഫോർട്ട് കൊച്ചിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്മാരകം അവിടെയുണ്ട്. അപ്പോൾ ആ സ്മാരകത്തെക്കുറിച്ചാണ് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ അറിയിക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഒക്കെ നാട് ഭരിച്ചിരുന്ന കാലത്ത് കൊച്ചിയിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായി. അതിൻ്റെ സ്മാരകശിലയാണ് ഇപ്പോഴും ഈ കൊച്ചിയിൽ അവശേഷിക്കുന്നത്. നമ്മൾ ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന വഴി എല്ലാവരും കാണുന്നതും എന്നാൽ നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതുമായ ഒരു സ്മാരകം ഏതാണെന്നല്ലേ കാണാം. ആദ്യ യൂറോപ്യൻ പട്ടണമാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഓരോ യാത്രയും ചരിത്രത്തിലേക്കുള്ള കാൽച്ചുവടുകളായാണ് കരുതപ്പെടുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ഈ കൽസ്തൂപം കുറച്ചധികം കാലങ്ങളായി ഫോർട്ട് കൊച്ചിയിലുള്ളതാണ്. പക്ഷേ ഈ ഫോർട്ട് കൊച്ചിയിലുള്ള ഈ കൽസ്തൂപം എന്താണെന്ന് പലർക്കും അറിയില്ല. പലപ്പോഴും ഇവിടെ വരുമ്പോൾ വളരെയധികം അത്ഭുതത്തോടു കൂടി എല്ലാവരും നോക്കിക്കാണുന്ന ഒരു കൽസ്തൂപമാണ്. അത് എന്താണെന്ന് ഒന്ന് തെരഞ്ഞു വരാം. അതെന്താണെന്നറിയോ? ഇതെന്താണെന്നറിയോ? സ്തൂപം. ആ സ്തൂപം കണ്ടോ? ഈ സ്തൂപം അത് എന്താണെന്ന് വെച്ചാൽ അത് കരിങ്കല്ലാണ്. ഒളിമ്പിക്സ് ഡച്ചുകാർ വന്നപ്പോഴുള്ള ഒരു ഓർമ്മക്കാട് വെച്ചേക്കണത്. അറബിക്കടലിനെ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും കുത്തകയാക്കി പങ്കിട്ടെടുത്തിരുന്ന കാലം. അവരുടെ കപ്പലുകൾക്ക് മാത്രം പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും. നാട്ടുകാരനായ ഒരാൾ കൊച്ചിയിൽ ഒരു കപ്പൽ നിർമ്മിക്കുന്നു. അതും തേക്കിൻ തടിയിൽ നിർമ്മിക്കപ്പെട്ട 500 ടൺ ചരക്ക് വഹിക്കാൻ ശേഷിയുള്ള ചന്ദ്രഭാനു എന്ന കപ്പൽ. മട്ടാഞ്ചേരി കൽവത്തിയിലെ കപ്പൽശാലയിൽ ചന്ദ്രഭാനു പുറത്തിറങ്ങിയപ്പോൾ തദ്ദേശീയർ ഒരു കാരണവശാലും വ്യാവസായികമായി വളരരുതെന്ന് ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷുകാർ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് കോടതി മുഖാന്തിരം ആ കപ്പൽ കണ്ടുകെട്ടി. അപ്പീലിന് കാത്തിരുന്ന ഉടമയ്ക്ക് ചന്ദ്രഭാനുവിനെ അന്നത്തെ വോൾക്കാർട്ട് കമ്പനിയുടെ സമീപത്തായി നങ്കൂരമിടാൻ അനുവാദവും ലഭിച്ചു. കപ്പൽ നശിച്ചു പോകാതിരിക്കാൻ അതിന്റെ മീതെ ഓലയും മുളയും കൊണ്ടൊരു മേൽക്കൂര സ്ഥാപിച്ചു. ആ കിടപ്പിൽ 2 കൊല്ലം ശാന്തനായി വിശ്രമിച്ച ചന്ദ്രഭാനുവിന്റെ ഭാവം പെട്ടെന്നൊരു ദിവസം മാറി. 1889 ജനുവരി 4. കായലോരത്തെ സ്ഥാപനങ്ങളെയും വീടുകളെയും വിഴുങ്ങി ഫോർട്ട് കൊച്ചിയിൽ ഒരു തീപിടുത്തമുണ്ടായി. വോൾക്കാട്ട് സായിപ്പുമാർ കത്തിത്തുടങ്ങിയ ചന്ദ്രഭാനുവിന്റെ നങ്കൂരം അഴിച്ചുവിട്ടു. ഇന്ത്യൻ വിപ്ലവകാരിയുടെ പ്രതികാരത്തോടെ പാഞ്ഞ ചന്ദ്രഭാനു ഫോർട്ട് കൊച്ചിയെ ഒഴുകി നടന്ന് കത്തിയെരിയിച്ചു കളഞ്ഞു. ഫോർട്ട് ക്യാപ്റ്റൻ വ്രിംഗ്ലർ സായിപ്പ് ഡച്ചുകാർ പണിത ഒരു പള്ളിയുടെ പൊളിച്ച തൂണ് ബീച്ചിനു സമീപം ആ അഗ്നിബാധയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചു. ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ 4th ജാനുവരി 1889 എറക്റ്റഡ് ബൈ മിസ്റ്റർ വ്രിംഗ്ലർ എന്ന എഴുത്തോടെ. ഫോർട്ട് കൊച്ചി വഴി നടന്നു വരുന്നവരൊക്കെയും ഈ സ്തൂപം കണ്ടിരിക്കാം. ഇത് ഇവിടെ തന്നെയുണ്ട് കുറച്ചധികം കാലങ്ങളായി. ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ്റെ ചലിക്കാത്ത സ്മാരകമായി പൈതൃകമുണർത്തിക്കൊണ്ട് ഈ സ്തൂപം ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിലുണ്ട്. അക്ഷയ്ക്കൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം, കൊച്ചി.